ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഡേ 4 ഡേ 4 നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്കെന്ന് ഞാൻ പിന്നെ പറയാം. സോ ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ചിരിക്കല്ലേടാ. 100 ഡേ ചാലഞ്ചിൻ്റെ 4th ഡേ ആണിന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ തൊട്ടടുത്താട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ഇവിടുത്തെ ഐറ്റം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വീഡിയോ ചെയ്തേക്കാം ഇന്ന് വിചാരിച്ചു. വർക്ക് കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ എവിടെയും പോകാനായിട്ടുള്ള സമയമൊന്നുമില്ല. നമ്മൾ വണ്ടിയിലാണ് വന്നേക്കുന്നത്. നടക്കാനുള്ള ദൂരമുള്ളൂ, പക്ഷെ നമ്മളെ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയാലോ. ലെറ്റ്സ് ഗോ. ഇപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. 8:30 സൺസെറ്റ് കാണിക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ. അതൊക്കെ ഒരു 200 മീറ്ററേ ഉള്ളൂ. 200-300 മീറ്റർ നടക്കാനുള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സേഫ് വേ ഉണ്ട്. പിന്നെ സേഫ് വേയിൽ നമുക്ക് സാധാരണ ലൈക്ക് സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് കേട്ടോ. വാൾമാർട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് സേഫ് വേ, വാൾമാർട്ട്, സേവോൺ, അതിലൊന്നാണ് സേഫ് വേ. പിന്നെ ഫാർമസി ഉണ്ട്. പിന്നെ അല്ലാതെ ഈ കോമ്പൗണ്ടിൽ എന്താ ഉള്ളത്, നമ്മൾ കയറാൻ പോകുന്ന സ്ഥലമുണ്ട്, അത് ഞാൻ കാണിക്കാം. അല്ലാതെ തന്നെ നമുക്കിവിടെ അത്യാവശ്യം വീടിന് ചുറ്റും എല്ലാം ഉണ്ട് കേട്ടോ. സബ്വേ ഉണ്ട്, KFC ഉണ്ട്, അല്ലാതെ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ സ്റ്റാർബക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് വരുന്ന ദൂരത്തിൽ എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ കയറാൻ പോകുന്നത് BC ലിക്കറിലാണ്. സോ ബ്രിട്ടീഷ് കൊളംബിയയുടെ മെയിൻ ആയിട്ടുള്ള ലിക്കർ ഷോറൂമാണ്, ലിക്കർ ഷോപ്പാണിത്. എനിക്ക് തോന്നുന്നു തിരക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഉള്ളിൽ കയറിയാലേ അറിയത്തുള്ളൂ. 9 or 10 വരെ ആണ് ഷോപ്പ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെ വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടെന്ന് അറിയാം. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെ പറ്റിയിട്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാട്ടിലെ സെയിം സാധനങ്ങളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഉള്ളിൽ കയറാം. ലെറ്റ്സ് ഗോ. യെസ്, ഇതാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്യൂ കാണുന്നുണ്ട്. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയുന്നില്ല. ഇവിടെ കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർ സർവീസ് അല്ലാതെ ഇത് വൈനും സ്പിരിറ്റുമാണ്. ഓക്കെ, വൈനിൽ നിന്ന് തുടങ്ങാം നമുക്കല്ലേ. ജസ്റ്റ് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അവർക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. ഇത് ഇവിടെ കുറച്ച് ഐറ്റംസ് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണോ? അല്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കുമല്ല. ബ്ലൂ ലേബൽ അതെനിക്കറിയാം. പിന്നെ ജോണി വാക്കർ അതും എനിക്കറിയാം. ഇതേതാ, ഇതെനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു റോയൽ സാധനം ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്നാക്കോ മാർട്ടിൻ ഗ്രാൻഡി, ഷാമ്പെയിൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ പിന്നെ കുറേ കുപ്പികളൊക്കെ ഉണ്ട്. എനിക്കിതിൻ്റെ കുറിച്ച് വലിയ, ഞാൻ പറഞ്ഞ പോലെ ഐഡിയ ഒന്നും ഇല്ല. പ്രൈസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ബ്ലൂ ലേബലിൻ്റെ നമുക്ക് വേണമെങ്കിൽ സ്കോച്ചിൻ്റെ പ്രൈസ് നോക്കാം. ബ്ലൂ ലേബലിൻ്റെ 344. അയ്യോ, നാട്ടിൽ എത്ര പ്രൈസാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ 344 എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 25,000 രൂപയുടെ കുപ്പിയാണ് ഗായ്സ് ഈ ഇരിക്കുന്നത്. നാട്ടിൽ വരുമ്പോൾ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ കുപ്പിയൊന്നും ദയവ് ചെയ്ത് പറയരുത്. എൻ്റെ ഒരു മാസത്തെ സാലറി വേണ്ടി വരും. ഇതൊക്കെ വൈനാണ്. വൈൻ്റെ സെക്ഷൻ ഇതാണ്. സോ എന്തോ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് നോക്കുവാണെങ്കിൽ പ്രൈസ് ഏതിനാ ചീപ്പായിട്ടുള്ള ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഐറ്റം ഇതാണ്. $47 ഐറ്റമാണ്. ഇതാണ് കേട്ടോ വരുന്നത്. ആൽക്കഹോൾ കണ്ടൻറ്റ് എത്രയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. എത്രയാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്നതെന്ന്. 14.5%. ഇതാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്നത് കേട്ടോ. ഗൈസ്, നിങ്ങൾ കുപ്പിയുടെ ആരാധകരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. എല്ലാ കുപ്പികളും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. സോ ഇത് പ്രീമിയം കാറ്റഗറി ആയിരുന്നു കേട്ടോ. ഇതിന് പ്രൈസ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സോ നമുക്ക് അടുത്തത് എങ്ങോട്ട് പോവാം? സ്പിരിറ്റിൻ്റെ സെക്ഷനിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ. എന്താ വ്യത്യാസം സ്പിരിറ്റും ആൽക്കഹോളും തമ്മിൽ?
എനിക്കറിയില്ല ഗൈസ്, അതൊന്നും എനിക്കറിയാൻ പാടില്ല. വലിയ ഐഡിയ ഒന്നും ഇല്ല, ലൈക്ക് കുറച്ചൊക്കെ അറിയാം, കുറച്ചൊക്കെ എനിക്കറിയാം. ദേ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കാണിക്കുവാണെങ്കിൽ നാട്ടിലേതെങ്കിലും ഉണ്ടോ ഇതില്? ഏതാ ഇതോ? ഓക്കെ, ഇത് നാട്ടിലത്തെ സാധനമാണെന്നാണ് പറഞ്ഞത്. ഇത് ടെക്കീല, ഇത് നാട്ടിലുണ്ടാവത്തില്ലേ? ഓക്കെ, എൻ്റെ കൂടെയുള്ള ആൾക്കൊന്നും അറിയത്തില്ല, അതാണ് വേറെ പ്രശ്നം. അവനും വലിയ ഫാനൊന്നും അല്ല ഇതിൻ്റെ, അതുകൊണ്ട് അവനും വലിയ ഐഡിയ ഒന്നുമില്ല. കുറേ ടെക്കീലൊക്കെ കാണുന്നുണ്ട്. ടെക്കീല എന്ന് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രൈസൊക്കെ ഇതിനും $78, $80, 14,000 കുപ്പിയുടെ 14,000 നാട്ടിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4,000 രൂപയുടെയൊക്കെ കുപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ അല്ലാതെ ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓരോരോ അടുത്ത് പോയി കാണിക്കഴിഞ്ഞാൽ അത്രയും കുപ്പികളുണ്ട്, തീരത്തില്ല, അത്രയും ഐറ്റംസ് ഉണ്ട് നമുക്കിവിടെ. ലിക്കേഴ്സ്, ടെക്കീല, ബ്രാൻഡ്. ഓക്കെ, ഇത് ബ്രാൻഡിയുടെ സെക്ഷൻ, പിന്നെ ടെക്കീല, പിന്നല്ലാതെ ഇത് ലിക്കേഴ്സിൻ്റെ സെക്ഷൻ. ഇതൊക്കെയാണ് ഇവിടെ. പിന്നെ ഡ്രൈ ഡേ ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഏത് ദിവസമാണെങ്കിലും സാധനം കിട്ടും. പക്ഷെ ഇപ്പോൾ നാട്ടിലത്തെ ഡ്രൈ ഡേ എടുത്ത് മാറ്റിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആരുടെ സ്റ്റോറിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തിൻ്റെ സെക്ഷനാണ്? ഏഷ്യൻ സ്പിരിറ്റ്സ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലത്തെ സാധനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അതെ, ഇതെനിക്കറിയാം. ജാക്ക് ഡാനിയൽസ് JD അറിയാം എനിക്ക്. ഇതെൻ്റെ ചെറിയ ഒപ്പി, അതിന് $19 ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10,000 രൂപ, 1000 രൂപയുടെ സാധനമാണ് ഇതേ ഇരിക്കുന്നത്. എത്ര ml ആണെന്ന് എനിക്കറിയത്തില്ല, നോക്കാം നമുക്ക്. ഇത് 375 ml, 35% ആൽക്കഹോൾ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. നമുക്ക് അടുത്ത സെക്ഷനിൽ പോയാലോ. ഇത് പിന്നെ ഇതെന്താ? കുഞ്ഞൂപ്പി സാമ്പിൾ ബോട്ടിലാട്ടോ. നമുക്കല്ലാതെ ട്രൈ ചെയ്യാൻ കിട്ടില്ലല്ലോ, ഇത് വാങ്ങിക്കുമ്പോഴല്ലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാമ്പിൾ ബോട്ടിലും കിട്ടും. ഇത് നാട്ടിലും കിട്ടുന്നു തോന്നുന്നു ഇങ്ങനെ സാമ്പിൾ ബോട്ടിൽ. അങ്ങനെ അറിയുന്നവർ പ്ലീസ് കമൻറ്റ് ബിലോ. എനിക്കിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഐഡിയ ഇല്ല. ഓക്കെ, ശരി. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്ലാസും കൂടെ കിട്ടുട്ടോ. ഇത് സെറ്റാണ്, ഒന്നും പറയാനില്ല. എവിടെയും ഗ്ലാസ്സിന് വേണ്ടി അന്വേഷിക്കൊന്നും വേണ്ട, വിത്ത് ഗ്ലാസ്സാണ് സാധനം വരുന്നത്. പിന്നെ ഇതെന്താ സ്പാർക്ലിംഗ് ഹാർട്ട് സെറ്റ്ലറോ, ബിയറാണോ? ഇതൊന്നും അറിയാൻ പാടില്ല ഗൈസ്. ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ ഉള്ളവർ പ്ലീസ് കമൻറ്റ് ചെയ്യണേ, എനിക്കറിയാൻ പാടില്ല. ഇത് ചൈനീസ് സാധനമാണ്, എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് ചൈനയിലത്തെ സ്പെഷ്യൽ സാധനമാണ്. $56 ആണോ വരുന്നത്, ഏകദേശം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ ലെറ്റ്സ് ഗോ. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു വൈനെങ്ങാണ്ടാണോ, വൈനൊന്നും അല്ല, ഇതും ലിക്വർ തന്നെയാണ്. ഏതെങ്കിലും നാട്ടിലത്തെ സ്പെഷ്യൽ ആയിരിക്കണം. ഇതൊക്കെ ഏഷ്യനാണ് ഗൈസ്. ഇതൊക്കെ ഏഷ്യൻ സ്പിരിറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഇവിടെ ഫുൾ സ്കോച്ച് ബ്ലെൻഡഡ് സ്കോച്ച് ഉണ്ട്. ഫുൾ സ്കോച്ചാണ് ഗൈസ്. ഇത് കനേഡിയൻ വിസ്കി, ബ്ലാക്ക് ലേബിൾ, പിന്നെ ഇത് സിംഗിൾ മാൾട്ട് വിസ്കി, അമേരിക്കൻ വിസ്കി. ബ്ലാക്ക് ലേബിളിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു, അവിടെ ഒരു 300 സംതിങ്ങിൻ്റെ പ്രൈസുള്ളൊരു കുപ്പി ഉണ്ടായിരുന്നു, അത് നമ്മൾ ആദ്യം തന്നെ കാണിച്ചു, അവിടെ നിന്നാണ് തുടങ്ങിയേ. സോ ഗൈസ്, എനിക്കിതിനെക്കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടിട്ട് കൊതിയൊന്നും ആവുന്നില്ല. ഇതേതാ? ഇതടിച്ച പടമെന്ന് തോന്നണേ. ഡാർക്ക് റം ഫാൻസ്, ഐറിഷ് വിസ്കി. ഗൈസ്, എന്നെക്കാളും വലിയൊരു കുപ്പി കിട്ടിയിട്ടുണ്ട്. ബക്കാടി ഫാൻസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ എന്തായാലും. ഇത് 40% ആൽക്കഹോളാണ്, 1.75 ലിറ്ററിൻ്റെ. പക്ഷേ ഇതൊക്കെ ചീപ്പാട്ടോ. ചീപ്പാന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി $54 ഉള്ളൂ. ഇതിൻ്റെ ചെറിയ കുപ്പിക്ക് $24. ഓഫറൊക്കെ കിടക്കുന്നുണ്ട്, $34 ഒക്കെ കുപ്പി കിടക്കുന്നുണ്ട്. സോ പിന്നെന്താ, ബക്കാടി. ഇത്
ഇതെന്താ വൈറ്റ് റം. ഓക്കെ, അത് ഗോൾഡായിരുന്നു. എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ എനിക്കറിയാവുന്ന, അയ്യോ എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ ഞാൻ എന്ത് പറഞ്ഞു തരും എന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാമല്ലോ കുപ്പികളുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കുപ്പി കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? ഇതൊക്കെ കുപ്പി ജിന്ന് US-ത്തെ സാധനങ്ങളാണ് മോസ്റ്റ്ലി. ഇത് ബോംബെ സഫർ. ഇത് ഞാൻ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര സീന് സാധനമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ എന്താണിത് അറിയണമല്ലോ, ഇപ്പം ടേസ്റ്റ് അറിയണമല്ലോ. ഇതെങ്ങനെയാണ് ഈ ആൾക്കാർ കഷ്ടപ്പെട്ട് കുടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്, ഈ ടേസ്റ്റ്. ഓക്കെ, പിന്നെ ദേ വൈൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള കുപ്പികളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വൈൻ്റെ സെക്ഷനാട്ടോ. പക്ഷേ ഏറ്റവും കാണാൻ ഭംഗിയുള്ള കുപ്പികൾ എനിക്ക് തോന്നുന്നു വൈനിലാണെന്ന്. ഓ, ഇതൊക്കെ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുള്ള കുപ്പികൾ. ദേ വൈൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇത് വൈൻ്റെ സെക്ഷൻ കഴിഞ്ഞു. നിങ്ങൾക്കിങ്ങനെ കുറേ കുപ്പികൾ കാണുമ്പോൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ. ഇത് അടുത്തത് ഇറ്റലിത്തെ സാധനങ്ങളാണ്. ഇത് ഫുള്ള് വരുന്നത്. ഞാൻ ഇങ്ങനെ നേരാന്ന് കാണിച്ചത്. ഇത് $19 ഒക്കെ കുപ്പി ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇത്ര റേറ്റ് ഉള്ളു, ഭയങ്കര റേറ്റ് കുറവ്. 16 കുപ്പിയുണ്ട്. ചിലപ്പോൾ $10 ഒക്കെ കുപ്പികൾ വരാറുണ്ട് ചെറിയ ബോട്ടിലിനൊക്കെ. നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓ സോറി. ഓക്കെ, സോ ദേ ഇനി നമുക്ക് ഇത് ഓസ്ട്രേലിയ സെഷനാണ്. ഇതും വൈൻ്റെ സെഷനാണ്. ദേ ന്യൂസിലാൻഡ്. എല്ലായിടത്തും കുപ്പിയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ വാറ്റ് മാത്രമേ കിട്ടാത്തുള്ളൂ എന്നാണ് തോന്നണത്. അല്ലാതെ ഇവിടെ എല്ലാം ഉണ്ട്. സോ ഓക്കെ, ഇതാണ് ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ പെട്ടെന്ന് എടുത്തത്. അങ്ങനെ ഓരോ കുപ്പി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ തീരത്തില്ലെന്ന്. ഇത് നോൺ ആൽക്കഹോളിക് സെക്ഷൻ ആട്ടോ. ജസ്റ്റ് ആൽക്കഹോളൊന്നുമില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ നോർമൽ സൂപ്പർ മാർക്കറ്റിൽ കയറുവാണെങ്കിൽ ഇഷ്ടംപോലെ ബിയറും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിലൊന്നും ആൽക്കഹോൾ ഉണ്ടാവത്തില്ല. വെറുതെ ആൾക്കാർ എടുത്തുകൊണ്ട് വന്ന് കാണാം ഇഷ്ടം പോലെ. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ടേസ്റ്റ് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇത് കോൾഡ് സെക്ഷനാണ്. ഡൊമസ്റ്റിക് ബിയർ. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ ബിയർ വരുന്നത്. കാലിയാട്ടോ കുറേയൊക്കെ ബിയറിൻ്റെ സെക്ഷനൊക്കെ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കുപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എവിടെ നിന്ന് സെലക്ട് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കുപ്പി എടുക്കുക. അവിടെ പോയിട്ട് പേ ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. പൈസ കൊടുക്കുക, വീട്ടിൽ പോവുക, ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെ ജസ്റ്റ് $13 ഉള്ളൂ. ഓഫർ കഴിഞ്ഞിട്ട് 16.99 ഓഫർ കഴിഞ്ഞിട്ട് 13.99 ഉള്ളൂ. വൈറ്റ് വൈനാണ്. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് കേട്ടോ. വൈനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഇതാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ. സോ Day 4 നമ്മുടെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ജോലിയുടെ ഇടയിൽ കൂടെ ആണെങ്കിലും, എനിക്കിന്ന് 9 മണിക്കൂറിൻ്റെ ഷിഫ്റ്റായിരുന്നു. വയ്യാണ്ടാണ് വന്നത്. പക്ഷെ ഞാൻ വീഡിയോ ഇടാമെന്നൊരു പ്രോമിസ് വന്നുകൊണ്ട് പിന്നെ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ അവനെയും കൂട്ടി വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. അത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്യാറും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗായ്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കുറച്ച് കമൻസൊക്കെ ഞാൻ വായിച്ചു. വണ്ടീനെ കുറിച്ചൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ പിന്നെ ജോലി എങ്ങനെയാണ്, വർക്ക് എത്ര ദിവസമാണ് വർക്ക്, അങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഒരു ദിവസം ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ കഴിഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് ഒന്നും എടുക്കാതെ ഇറങ്ങാനൊരു സങ്കടം. പക്ഷേ നമുക്കൊന്നും വാങ്ങിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അവർ നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു ഇറങ്ങി. ഇവളൊന്നും വാങ്ങിക്കാൻ വന്നല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ വീട്ടിൽ പോകണേയാണ്. ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സൺസെറ്റ് 8:45 9 മണിക്കാണ്. ഇപ്പോൾ 8:30 എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കിട്ടില്ല സാധനം. ഓ നൈസ്.
അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ്, ഞാൻ വീഡിയോ നിർത്തുന്ന സമയത്താണ് ഈ കാർ കൊണ്ട് നിർത്തിയത്. അപ്പം ഞാൻ വിചാരിച്ചു കാറും കൂടെ കാണിച്ചേക്കാന്ന്. സോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ, ടേക്ക് കെയർ ഓൾ.